ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ്? ഇന്നത്തെ ദിവസം നമുക്ക് എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത്, എന്തെല്ലാം എനർജീസാണ് ഉള്ളത്, എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഓ മൈ ഗോഡ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കർമ്മ അവസാനിച്ച് പോവാണ്. കാർമിക് സൈക്കിൾ എന്തായി പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നൊരു കാർമിക് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കർമ്മ കേട്ടോ. ഇത് നമ്മുടെ ഈ ജന്മത്തിലെ അല്ല, പാസ്റ്റ് ലൈഫിലെ കർമ്മയാണ്. പാസ്റ്റ് ലൈഫിലെ കർമ്മ എന്തായി പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ചിലപ്പോൾ അടുത്ത കാർമിക് സൈക്കിൾ ആരംഭിക്കാവും. പക്ഷേ എന്തായാലും ഈ ഒരു കാർമിക് സൈക്കിളിലെ ഒരു കർമ്മ അവസാനിച്ച് പോകുന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിതിന് യൂണിവേഴ്സിൻ്റെതായിട്ടൊരു റിവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രഷ്യസ് ആണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം നമ്മൾ ഒന്നുകിൽ നമ്മളിലേക്ക് തിരിച്ചു വരുന്നതാകാം, അല്ലെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വയ്ക്കുന്നതാകാം. അപ്പോൾ ഒരു എൻഡിങ് വന്നിട്ട് അത് പൂർണ്ണമായും അവസാനിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഇന്നേ ദിവസം നമുക്കൊരു ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുകയും അടുത്ത സൈക്കിൾ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇന്ന് വളരെ ലക്കിൻ്റെ ദിവസമാണെന്ന് കാണുന്നുണ്ട്. വളരെ അധികം ലക്കുള്ള ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം ലോട്ടറി ഒക്കെ എടുത്താൽ അടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. ഫോർച്യൂണിൻ്റെ വീലല്ലേ, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ആദ്യത്തെ കാർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ കാലം തിരിയുന്നു, നമ്മുടെ കാലചക്രം തിരിയുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം നമ്മൾ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പൂർവ്വ സ്വത്തിന് കാവലിരിക്കുന്ന ആളാണെങ്കിൽ, അതായത് നിങ്ങളുടെ പാരമ്പര്യമായി കൈമാറി വന്നിട്ടുള്ള സ്വത്ത് വകകളെല്ലാം നിങ്ങളിലൂടെയാണ് ഇപ്പോൾ പുലർന്നു പോകുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണ്. അതിലേക്ക് വീണ്ടും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവുന്നതാണ്. പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പണം കിട്ടുമെന്നാണ്. അതേസമയം ഒരാളെ അല്ലെങ്കിൽ ഒരാളുടെ ഓർമ്മകളെ താലോലിച്ച് ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളിലേക്ക് ആ ആള് തിരിച്ചു വരും എന്നാണ്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്ന ഒരു കർമ്മ അവസാനിക്കുന്നു എന്നാണ്. ഒന്നുകിൽ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വരികയോ അല്ലെങ്കിൽ അത് പൂർണ്ണമായും അവസാനിച്ചു പോവുകയോ ചെയ്യുന്ന ഒരു എനർജിയാണുള്ളത്. അപ്പോൾ ഇന്നേ ദിവസം കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കാത്തിരിപ്പ് വർത്താണ്, നടക്കും എന്നാണ് കാണുന്നത്. അടുത്തത് 9 ഓഫ് വാണ്ട്സ് ആണ്. അവിടെ നിങ്ങൾ ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുമോ, എന്തെങ്കിലും ഇതൊക്കെ സാധിക്കുമോ, സംഭവിക്കുമോ എന്നൊക്കെ നിങ്ങൾ സംശയം വിചാരിക്കുകയും ഭയപ്പെടുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പിന്നെ ഇന്നേ ദിവസവും നിങ്ങൾക്ക് എന്തൊക്കെയോ ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട്. എന്തിനെയൊക്കെയോ ഓർത്ത് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട്. എന്തിനെ ഓർത്തിട്ടാണ് നിങ്ങൾക്ക് ഭയമുള്ളതെന്ന് നോക്കട്ടെ. എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് നോക്കട്ടെ. എന്തിനെ ഓർത്തിട്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഓക്കെ നോക്കട്ടെ, എന്താണ് നിങ്ങളുടെ ഭയം, എന്തോർത്തിട്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത് നോക്കാം. 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്നുള്ളൊരു ഭയമാകാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് പാഷനെ ചേസ് ചെയ്താണോ പോകുന്നത് അത് നിങ്ങളിൽ നിന്ന് അകന്നു പോകുമോ, നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമാണ്. അപ്പോൾ എന്തിനെ ഓർത്തിട്ടാണ് ഭയപ്പെടുന്നത്? ഏസ് ഓഫ് പെൻറ്റക്കിൾസും വീണ്ടും 9 ഓഫ് വാണ്ടിൻ്റെ ക്ലാരിറ്റി 9 ഓഫ് വാണ്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തോ പണത്തിനെയോ പ്രശസ്തിയെയോ അല്ലെങ്കിൽ ഒരു റിവാർഡിനെയോ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു എന്നാണ്. പണമായിരിക്കാൻ സാധ്യതയുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്നാണ്. അപ്പോൾ പണമാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏസ് ഓഫ് പെൻറ്റക്കിൾ ഒരു വിത്താണ്, അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പണം കൊയ്യാനുള്ള എന്തോ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയുടെ സാധ്യത ഇന്ന് തുടങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ ഓർത്തിട്ട് നിങ്ങൾക്ക് ഭയമുണ്ട്. അത്
സക്സസ് ആകുമോ എന്നോർത്ത് നിങ്ങൾക്ക് ഭയമുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ എന്തോ ഒരു പുതിയ കാര്യം ആരംഭിക്കാൻ തുടങ്ങുന്നുണ്ട്. അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പണം കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് സക്സസ്ഫുൾ ആകുമോ എന്ന് നിങ്ങൾക്ക് ഭയമുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഭയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പുതിയതായിട്ട് എന്തോ ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് സക്സസ്ഫുൾ ആകുമോ എന്നോർത്ത് ഭയപ്പെടുന്ന ആരൊക്കെയോ ഉണ്ട്. ഓക്കെ, ഭയപ്പെടേണ്ട ആവശ്യമില്ല. അടുത്തത് 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ വേണ്ടി ചേരുന്നുണ്ടായിരിക്കും. ക്ലാസ് തുടങ്ങുന്നുണ്ടാവില്ല, ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി ചേരുന്നുണ്ടാവും. പുതിയൊരു കാര്യം പഠിക്കാൻ തീരുമാനിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു അധ്യാപകനെയോ അധ്യാപികയോ കണ്ടുമുട്ടി അവരുമായിട്ട് അലയൻഡാവുന്നു. അവരോട് പറഞ്ഞെല്ലാം സെറ്റാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ കാര്യം പഠിക്കാനായിട്ട് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. അതുപോലെ നിങ്ങൾ വിദഗ്ധ ഉപദേശം തേടാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡൻസോ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മെൻറ്ററിൽ നിന്നും സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. പുതിയ കാര്യം പഠിക്കാൻ ഒരാളെ കണ്ടെത്തുന്ന ഒരു മെൻറ്ററിനെ കണ്ടെത്തുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് ഒരാളെ കാണുന്നതാകാം. അതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇതൊരു ടീം വർക്കിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനോ അവരോടൊപ്പം കൊളാബറേഷൻ, അതായത് അവരോടൊപ്പം ചേർന്ന് കൊളാബറേറ്റീവ് വർക്ക് ചെയ്യാനും സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ടീമായിട്ട് വർക്ക് ചെയ്യാനാണ് സാധ്യത. നെക്സ്റ്റ് 6 ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഇവിടെ 6 ഓഫ് വാൺസ് പറഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് റെക്കഗ്നീഷൻ കിട്ടുക, നിങ്ങൾ ഒരു ഘോഷയാത്രയൊക്കെ പങ്കെടുക്കുക, നിങ്ങളെ ഒരു ഈ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി സ്വീകരിക്കുക, അതൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റെക്കഗ്നീഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ആദരിക്കപ്പെടാൻ സാധ്യതയുണ്ട്, സമ്മാനിതയാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് വാണ്ട്. അപ്പോൾ റീയൂണിയൻ്റെ കാർഡാണ് 6 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അടുത്ത കാർഡ് വന്നിട്ട് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 6 6 6 9 9 9 3 3 3 അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. കോംപ്രമൈസിൻ്റെയാണ്. കോംപ്രമൈസ് ചെയ്യുക, അതുപോലെ അർഹതപ്പെട്ടത് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നതിന് പകരം അങ്ങോട്ട് കൊടുക്കുക. ഗിവിങ് ആൻഡ് ഷെയറിങ് ആണ്, റിസീവിങ് ആണ്. നേടിക്കൊണ്ടിരിക്കുക, നേടിയതൊക്കെയും തിരിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, ദാനം ചെയ്യുക എന്നൊക്കെയാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ കോംപ്രമൈസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇന്നേ ദിവസം ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന പണം അല്ലെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം, സ്നേഹം, കരുതൽ അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് തന്നെയാണോ ചെല്ലുന്നത് എന്ന് നിങ്ങളൊന്ന് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അർഹതയില്ലാത്ത എവിടെയോ നിങ്ങൾ പണമോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് എന്തൊക്കെയോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അർഹതയില്ലാത്തടത്ത് എവിടെ കൊടുത്തിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നാളെ അതൊന്നും കണക്കിൽ വരത്തില്ല. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. അർഹതയുള്ളവർക്ക് തന്നെയാണോ നിങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് നോക്കണം. ഓക്കെ, അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ഡെത്ത് കാർഡാണ്. അപ്പോൾ നിങ്ങൾ അർഹതയില്ലാത്ത ആളുകൾക്കൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് എങ്കിൽ അത് ഇന്നേ ദിവസം അവസാനിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന കുറേ പാറ്റേൺസ് അവസാനിച്ചിട്ട് പുതിയൊരു പാറ്റേൺ ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സായിട്ട് എൻ്റെ ബാക്കി കളയുന്നതാകാം, അല്ലെങ്കിൽ അത് നിങ്ങളറിയാതെ അത് നിങ്ങളിൽ നിന്ന് അവസാനിച്ചു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അത് നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ യൂണിവേഴ്സ് തന്നെ നിങ്ങളിൽ നിന്ന് മാറ്റി കളഞ്ഞോളും. അത് നിങ്ങൾ അതിൽ വലിയ എഫേർട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. അത് യൂണിവേഴ്സായിട്ട് മാറ്റിക്കോളും. ഇനി അതല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതൊന്നും എനിക്ക് വേണ്ടാത്തതാണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളായിട്ടും ചില കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് കളയുന്നതായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ഇന്ന ദിവസം നിങ്ങളിൽ നിന്ന് അവസാനിച്ച് പോകുന്നുണ്ട്. അടുത്തത് നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറേ അധികം ആളുകൾ ഇന്ന് ജോലിക്ക് പോകുന്ന ആളുകൾ വളരെയധികം കരിയർ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം എൻത്യൂസിയാസ്റ്റിക് ആയിട്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു, ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ വലിയ പാഷനൊന്നുമില്ല. പാഷൻ ഇല്ലാതെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വലിയ പാഷനൊന്നുമില്ല, പക്ഷേ വളരെ ഓറിയൻറ്റഡ് ആയിരിക്കും ജോലി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. ക്വീൻ ഓഫ് സോഡ്സ് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്നാണ്. അതായത് നിങ്ങളെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ മറ്റുള്ളവർ ഇവാലുവേറ്റ് ചെയ്യുക, നിങ്ങളെ ചോദ്യം ചെയ്യുക, നീ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക. അതൊക്കെയാണ് ക്വീൻ ഓഫ് സോഡ്സ് പറയുന്നത്. ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ
ചിലപ്പോൾ എന്താണ് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ വെട്ടൊന്നും മുറിരണ്ടെന്നുള്ളൊരു സ്വഭാവമാണ്. അതായത് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ആർഗ്യുമെൻറ്റിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകും. അൺബയസ്ഡ് ജഡ്ജ്മെൻ്റ് എന്നാണ് ഈ ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത് തന്നെ. അപ്പോൾ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആർഗ്യുമെൻറ്റുകൾ നടത്തേണ്ടി വന്നേക്കാം. ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, അതുപോലെ ക്ലാരിറ്റി, ചിന്തകളിൽ ക്ലാരിറ്റി ഉണ്ടാവുക, ഷാർപ്പായിട്ടുള്ള ക്ലാരിറ്റി ഉള്ള ചിന്തകൾ ഉണ്ടാവുക എന്നൊക്കെയാണ് ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത്. തല്ലുകയും തലോടുകയും ചെയ്യാന്ന് പറഞ്ഞത് തന്നെയാണ് കേട്ടോ. കാർക്കശ്യത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ദിവസമാണത്. ചിലപ്പോൾ നിങ്ങളെ നിന്ന് ആരെങ്കിലും ഭീഷണിപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് കാർഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഫിനാൻഷ്യലി സ്ട്രഗിൾഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് പേരെ കാണാം. കുറച്ച് പേര് കേട്ടോ, കുറച്ച് പേര് ഫിനാൻഷ്യലി സ്ട്രഗിൾഡ് ആയിട്ടിരിക്കുന്നു. കുറച്ച് പേര് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് മറ്റുള്ളവരോട് കൂട്ടുകൂടാൻ പറ്റാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന പോലെ കാണുന്നുണ്ട്. കുറച്ച് പേര് വളരെ പിശുക്കന്മാരെ പോലെ കാണുന്നുണ്ട്. പണം ചിലവാക്കാൻ മടി പിടിച്ചിരിക്കുന്ന ആളുകൾ, എന്നാൽ അവർ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു കൂട്ടം ആളുകളെ കാണുന്നുണ്ട്. ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് പിടിച്ചിരിക്കുന്ന, അതായത് കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാം. അതുപോലെ പൈസയ്ക്ക് ബുദ്ധിമുട്ട് ഉള്ള കുറച്ച് പേരെയും കാണാം. കുറച്ച് പേരെ ബോട്ടം ഓഫ് ദി ഡെക്കിലെ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പല സോഴ്സിൽ നിന്നും നിങ്ങൾക്ക് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പല സോഴ്സിൽ നിന്ന് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഫാമിലിയിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. അതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസ് മോസ്റ്റ്ലി പറയുന്നത് പല സോഴ്സിൽ നിന്നും ധാരാളം പണം നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ പാരമ്പര്യ സ്വത്തൊക്കെ വീതം വയ്ക്കാനോ നിങ്ങൾക്ക് അതിലൊരു ഭാഗം കിട്ടാനോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകളോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ മറ്റുള്ളവരുടെ ഇൻ്റർഫിയറൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, അബണ്ടൻസ് ഒക്കെയാണ്, പക്ഷേ അതിനകത്ത് ചില കോൺഫ്ലിക്റ്റുകളും കൂടെ വരാൻ സാധ്യതയുണ്ട്. അതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഏഞ്ചൽസ് മെസ്സേജ് നോക്കാം. ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് പറയാനുള്ളത്? ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് പറയാനുള്ളത്? ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് പറയാനുള്ളത് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ബി അസർട്ടീവ് എന്നാണ്. ഒരു തീരുമാനം എടുക്കും, അതിൽ ഉറച്ചു നിൽക്കും എന്നാണ് പറയുന്നത്. ബി അസർട്ടീവ്. 2 ലെറ്റ് ഗോ ചെയ്യാനാണ്. നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് വിടുക. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യുക. ഇവിടെ ഡെത്ത് കാർഡും പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ബിഗ് ഹാപ്പി ചേഞ്ചസ്, നിങ്ങൾക്ക് വളരെ മനോഹരമായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ബിഗ് ഹാപ്പി ചേഞ്ചസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് പറയുന്ന ഗൈഡൻസ്. നെക്സ്റ്റ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത്? എന്ത് ഗൈഡൻസ് ആണ്? ഗൈഡൻസ് ഫോർ ദ ലവേഴ്സ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് കീപ് ആൻ ഓപ്പൺ മൈൻഡ്. യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഓപ്പൺ ആക്കി വെക്കാനാണ് പറയുന്നത്. മൈൻഡിനെ ഓപ്പൺ ആക്കി വെക്കാനാണ്. നിങ്ങളുടെ സോൾമേറ്റ് മറ്റുള്ളവരെ പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വരുമ്പോഴേ ഓടിക്കയറാൻ വേണ്ടിയിട്ട് പാകത്തിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ് forgiving and learning. As you release and heal the past, you experience more love in your present moments. ശരിക്കും പറഞ്ഞല്ലേ, ഈ പാസ്റ്റിലെ ഓർമ്മകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞായിരിക്കും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അറകളൊക്കെ ഇരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? അതെല്ലാം തുത്തുവരി ചവിറ്റുകൊട്ടയിലിട്ട് ദൂരെ കൊണ്ട് കളയണം, ഒഴുക്കി കളയണം, അല്ലെങ്കിൽ കത്തിച്ച് കളയണം. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുറേ അധികം നല്ല സ്പേസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ നല്ല മെമ്മറീസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. വെരി സൂൺ ആണ്. ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ ബി അസർട്ടീവ് എന്ന് ആദ്യം ഏഞ്ചൽസ് പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പോൾ നിങ്ങൾ അസർട്ടീവായിട്ടിരിക്കുക, ദൃഢനിശ്ചയം എടുത്ത് അതിനുവേണ്ടി തന്നെ കാത്തിരിക്കുക. അപ്പോൾ ഇവിടെയും പറയുന്നതാണ്, നിങ്ങൾ ഉറപ്പിച്ച് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തീരുമാനിക്കണം. വേണോ വേണ്ടയോ കൃത്യമായിട്ട് ക്ലിയർലി ഡിസൈഡ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് ഉടനെ വരും എന്നാണ് പറയുന്നത്.
റിട്രീറ്റ്, ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ്. ഇവിടെ റിട്രീറ്റ് ചെയ്ത് പോകാനാണ്, റിട്രീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് ലെറ്റ് ഗോ തന്നെയാണ് കേട്ടോ. റിട്രീറ്റ് ചെയ്യാൻ പറയുന്നത് ഡിസ്കണക്റ്റ് ആയി പോകാനാണ്. നിങ്ങൾക്ക് വേണ്ടാത്ത തന്നെ എല്ലാം ഡിസ്കണക്ട് ചെയ്ത് വിട്ടേക്കുക. അത് നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്താണ് അതിനെ നിങ്ങളോട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ അവൈലബിൾ ആകുമ്പോൾ അവർക്ക് നമ്മളോടൊരു കണക്ഷൻ ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കണക്റ്റ് ആവണം. അതാണ് ലവേഴ്സിനും തരുന്ന ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരെ കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.